മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 28-ാം തിരുവചനം. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥരായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്നവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവന് നീ യേശു എന്നു പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഈശോയെ, ഈ സമയം ഞങ്ങൾ ഈ പ്രാർത്ഥനാ നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും സാധിച്ചു തരണമേ. അമ്മേ, പരിശുദ്ധ കന്യാമറിയമേ, അപേക്ഷിക്കുന്ന കുഞ്ഞിനെ ഉപേക്ഷിക്കാത്ത മാതാവേ, സ്നേഹമുള്ള അമ്മേ, സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതരമാകുന്ന കൈകളുള്ള മാതാവേ, എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിൻ്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ. ഞാൻ എത്ര നിസ്സഹനാണെന്ന് നീ അറിയുന്നു. എൻ്റെ വേദന നീ ഗ്രഹിക്കുന്നു. ഈ കുരുക്കുകൾ എന്നെ വരിഞ്ഞിരിക്കുന്നത് നീ കാണുന്നു. തൻ്റെ മക്കളുടെ ജീവിതത്തിലെ കുരുക്കുകൾ അഴിക്കുവാൻ ദൈവം നിയോഗിച്ചിട്ടുള്ള മാതാവായ മറിയമേ, എൻ്റെ ജീവിതത്തിൻ്റെ നാട നിൻ്റെ ഭാരമേൽപ്പിക്കുന്നു. നീയാകുന്നു എൻ്റെ ശരണം. തിന്മപ്പെട്ട ശക്തികൾക്ക് അത് നിന്നിൽ നിന്നും തട്ടിയെടുക്കാൻ ആവില്ലെന്ന് ഞാൻ ധൈര്യപ്പെടുന്നു. നിൻ്റെ കൈകൾക്ക് അഴിക്കാനാകാത്ത കരുക്കൾ ഇല്ലല്ലോ. കരുത്തറ്റ മാതാവേ, നിൻ്റെ കൃപയാലും നിൻ്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കൽ നിന്നുള്ള മാധ്യസ്ഥ ശക്തിയാലും ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഞങ്ങളുടെ കരങ്ങളിൽ നീട്ടി സമർപ്പിക്കുമ്പോൾ ഞങ്ങളിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ, രോഗങ്ങൾ, ഞങ്ങൾ ഭവനമില്ലായ്മ ഉള്ള സ്വന്തമായി ഭവനമില്ലാത്ത മക്കളെ, മക്കളില്ലാത്ത ദമ്പതികളെ, രോഗാവസ്ഥയിൽ കിടക്കുന്ന കിടപ്പ് രോഗികളെ എല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, എല്ലാ വിദ്യാർത്ഥികളെ എല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യുവാക്കളെ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ദൈവമഹത്വത്തിനായി ഞങ്ങളിലുള്ള ഈ അഴിയാത്ത കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ. നീയാകുന്നു എൻ്റെ ശരണം. എനിക്ക് തരുന്ന ഏക ആശ്വാസവും എൻ്റെ ബലഹീനതയുടെ ശാക്തീകരണവും എൻ്റെ ദാരിദ്ര്യത്തിൻ്റെ നിർമ്മാർജ്ജനവും ക്രിസ്തുവിനോടൊപ്പം ബന്ധനത്തിൽ നിന്നുള്ള മോചനവുമായ മാതാവേ, ഈ അപേക്ഷ കേൾക്കണമേ. ഞങ്ങളെ വഴി നടത്തണമേ, സംരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന അവസ്ഥകൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാ രോഗികളെ, കിടപ്പ് രോഗികളെ, എല്ലാ യുവാക്കളെ, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ, ആ കാനായിലെ കുടുംബത്തിലെ കുറവുകളെല്ലാം നിറവുകളാക്കി മാറ്റി തീർത്തതുപോലെ ഞങ്ങളുടെ ഭവനത്തിലെ കുറവുകളെല്ലാം നിറവുകളാക്കി മാറ്റി തീർക്കണമേ. കർത്താവേ, ആ ഏലീശ പ്രവാചകനെ വിധവയുടെ ഭവനത്തിലേക്ക് അയച്ചതുപോലെ ഞങ്ങളുടെ ഭവനത്തിലേക്കും അങ്ങ് കടന്നു വരണമേ. സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് അങ്ങ് കടന്നു വന്നതുപോലെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങൾ കാൽവരി കുരിശിൻ ചുവട്ടിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയേ, അങ്ങ് ഞങ്ങളുടെ മേൽ കരുണയാകണമേ. ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.